കൈപ്പക്ക കൊണ്ട് നല്ല ടേസ്റ്റിലുള്ള തോരൻ റെഡിയാക്കാനായിട്ട് അതിന് തന്നെ കൈപ്പക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതും 1/2 കപ്പ് തേങ്ങയും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് വരുന്നവരെ നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കണമെന്നില്ല, ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളം വെച്ചിട്ടാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കൈപ്പക്ക സവാളയുടെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചിട്ടെടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇതിൽ തന്നെ വെള്ളം ഉണ്ടായിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്